നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതികൾ ഏതൊക്കെയാണ് പറയുക. വി.ടി. ഭട്ടതിരിപ്പാടിന്റെ കൃതികളാണ് കണ്ണീരും കിനാവും, കരിഞ്ചന്ത, വെടിവട്ടം, രജനീരംഗം, കർമ്മവിഭാഗം, കാലത്തിന്റെ സാക്ഷി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. കണ്ണീരും കിനാവും, കരിഞ്ചന്ത, വെടിവട്ടം, രജനീരംഗം, കർമ്മവിഭാഗം, കാലത്തിന്റെ സാക്ഷി തുടങ്ങിയവയാണ് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് മോക്ഷപ്രദീപം, ആനന്ദ സൂക്തം, ആനന്ദ കുമ്മി, ആനന്ദ വിമാനം തുടങ്ങിയവ. എന്നൂടെ പറയാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് മോക്ഷപ്രദീപം, ആനന്ദ കുമ്മി, ആനന്ദ വിമാനം, ആനന്ദ സൂക്തം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? രാമായണപ്പാട്ട്, പഴനി ദൈവം. ഏതൊക്കെയാണ്? രാമായണപ്പാട്ടും പഴനി ദൈവവും. രാമായണപ്പാട്ട്, പഴനി ദൈവം. അതുപോലെ തന്നെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയതാരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത് ശ്രീനാരായണ ഗുരുദേവനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതാരാണ്? രാമപുരത്തു വാര്യരാണ്. രാമപുരത്തു വാര്യരാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ശാകുന്തളം കിളിപ്പാട്ട് എഴുതിയതാരാണ്? ആരാണ്? കെ.പി. കറുപ്പനാണ്. കെ.പി. കറുപ്പനാണ് ശാകുന്തളം കിളിപ്പാട്ട് എഴുതിയത്. അതുപോലെ ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയതാരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പിയാണ്. ഉത്തരാ സ്വയംവരം ആട്ടക്കഥ എഴുതിയതാരാണ്? ഇരയിമ്മൻ തമ്പിയാണ്. ഭക്തമഞ്ജരി എഴുതിയതാരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? പ്രാചീന മലയാളം, അദ്വൈത ചിന്താപദ്ധതി, വേദാധികാര നിരൂപണം. ഏതൊക്കെയാണ്? അദ്വൈത ചിന്താപദ്ധതി, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം തുടങ്ങിയവയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ അഷ്ടാംഗ ഹൃദയം എഴുതിയതാരാണ്? അഷ്ടാംഗ ഹൃദയം എഴുതിയത് വാഗ്ഭടനാണ്. വാഗ്ഭടനാണ്. നാട്യശാസ്ത്രം എഴുതിയതാരാണ്? ഭരത